Hello, my dear children. How are you doing today? Very good. I hope you guys are enjoying the lessons. How was the first part of the lesson, by the way? Have you enjoyed it? Very good. Okay. അപ്പം നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. ഒട്ടും താമസിയാതെ തന്നെ നമ്മൾ എവിടെയായിരുന്നു നിർത്തിയിരുന്നത്? നമ്മുടെ നറേറ്റർ വാസ് സിംഗിങ് ആൻഡ് ഹി വാസ് റെഡി ടു അക്സെപ്റ്റ് ഹിസ് കമ്മിങ് ഡെത്ത്, റൈറ്റ്? അങ്ങനെ ഒരു മൈൻഡിൽ ആൾ അങ്ങ് മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ നിർത്തിയത്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻഡ്. Unexpectedly, my head popped out of the water. A few meters away, a wave worker was near capsizing her mast almost horizontal. Then a wave hurled her upright. My lifeline jerked taut. I grabbed the guardrails and sailed through the air into wave worker's main boom. So, here, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് അദ്ദേഹത്തിന് he just popped out of the water and then he saw wave worker. Wave worker means the boat അങ്ങ് ചെരിയാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും നെക്സ്റ്റ് ഒരു വേവ് വന്ന് ഈ ബോട്ടിനെ ഹിറ്റ് ചെയ്യുകയും അതിൻ്റെ മാസ്റ്റൊക്കെ ഹൊറിസോണ്ടൽ, അതായത് മാസ്റ്റ് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞല്ലോ പായ്മരം, അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെർട്ടിക്കലാവാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും അടുത്തൊരു വേവ് വരികയും അതിനെ വെർട്ടിക്കലാക്കുകയും അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ നീന്തി somehow he was able to catch the boat and then ഈ നീന്തി ഒരു വേവ് വോക്കറിൻ്റെ അടുത്തേക്ക് എത്തുകയും subsequent wave tossed me around the deck like a rag roll. Another wave അദ്ദേഹത്തെ എടുത്ത് എറിഞ്ഞു എന്നാണ് പറയുന്നത് ഡെക്കിലേക്ക്. My left ribs cracked, my mouth filled with blood and broken teeth. Somehow I found the wheel lined up the stern for the next wave and hung on. എങ്ങനെയൊക്കെയോ അദ്ദേഹം വീലിൻ്റെ അടുക്ക് എത്തി. അതായത് നമ്മളുടെ ഈ ഷിപ്പ് കൺട്രോൾ ചെയ്യുന്ന സംഭവമാണല്ലോ ആ വീല്, അതുമേ പിടിച്ച് അദ്ദേഹം ഹി ഹങ് ഓൺ, വിച്ച് മീൻസ് ഹി വെയിറ്റഡ് ഫോർ ദ നെക്സ്റ്റ് വേവ്. Water everywhere. I could feel that the ship had water below, but I dared not abandon the wheel to investigate. Yes, ഷിപ്പിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലായിടത്തും വെള്ളമാണ്, ഷിപ്പിന് താഴെയൊക്കെ വെള്ളമുണ്ട്. ബട്ട് ഈ വീല് വിട്ടില്ല, അവിടെ വരെ എത്തിയതല്ല. അപ്പോൾ അതൊന്നും വെള്ളം നീക്കാൻ അല്ലെങ്കിൽ ആ കാര്യത്തിലേക്കൊന്നും പോയില്ല. ഹി ഡിഡൻറ്റ് ലീവ് ദ വീൽ. ഓക്കെ, അവിടെ വരെ എത്തിയല്ലോ. ആൻഡ് ദിസ് ഇസ് ദ മെയിൻ പാർട്ട്. He has to control the boat as well. Suddenly, the front hatch was thrown open and Mary appeared. "We are sinking!" she screamed. "The decks are smashed. We are full of water." And then the lady, the wife of the guy, she came out and she screamed like, "We are singing." Avulu parayanu, okay? "We are singing." And then she just told him like, "We are full of water. The ship is going to sink." "Take the wheel," I shouted as I scrambled for the hatch. അപ്പോൾ അവളെ കണ്ടപ്പോഴത്തേക്കും he just handed over the wheel to the lady and then hatch means door. He just scrambled, means he was really injured, right? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു റിബ്സ് ഒക്കെ ബ്രോക്കൺ ആണ്. he was totally horribly injured. അപ്പോൾ എങ്ങനെയൊക്കെ ആ ഡോറിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോവുകയും ഈ ലേഡിക്ക് വീൽ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. Larry and Herb were pumping like madman. Who is Larry and Herb? Larry Herb ആണ് നമ്മുടെ രണ്ട് ക്രൂമെൻ. അവർ ഹയർ ചെയ്ത രണ്ട് ക്രൂമെൻ. they were pumping the water from the ship like a madman will, like അവർ വെള്ളം കയറുന്നതെല്ലാം പമ്പ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ട്. Broken timbers hung at crazy angles. The whole starboard side bulged inwards. Clothes, crockery, charts, tins and toys sloshed about in deep water. അപ്പം ഷിപ്പിൻ്റെ ആകെ മൊത്തം ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ക്രാക്ഡ്. അതിൻ്റെ ആ ഒരു ഷിപ്പിൻ്റെ സൈഡ് അതുപോലെ തന്നെ അതിൻ്റെ വോൾസ് എല്ലാം ക്രാക്ഡ് ആണ്. പല ഹോളിൽ കൂടെയും വെള്ളം വരുന്നുണ്ട്. അവിടെ എല്ലാ ക്രോക്കറീസ്, ടോയ്സ് ആൻഡ് എവറിത്തിങ് വാസ് റോമിങ് അറൗണ്ട് ദ വാട്ടർ. കൈൻഡ് ഓഫ് ടൈറ്റാനിക് സ്റ്റഫ്. അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ആൻഡ് ദ ഗായ് ഈസ് ടെറിബ്ലി ഇഞ്ചേർഡ്. അതും കൂടി നമ്മൾ ഓർമ്മിക്കണം. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. I half swam, half crawled into the children's cabin. "Are you all right?" I asked. "Yes," they answered from the upper bunk. എങ്ങനെയൊക്കെ ഇഴഞ്ഞ് കുട്ടികളുടെ അടുത്തേക്ക് എത്തുകയും അവരോട് ചോദിച്ചു how are you guys എന്ന് ചോദിച്ചാൽ അവിടെ ഇടിയിട്ടായിരിക്കും അല്ലേ. എനിവേ are you all right എന്ന് ചോദിച്ചപ്പോൾ they are very positive. അവർ പറഞ്ഞു okay, we are fine. They were in the upper bunk. "But my head hurts a bit," said Sue. നമ്മുടെ പെൺകുട്ടി പറഞ്ഞു എൻ്റെ ഹെഡ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പോയിൻറ്റിങ് ടു എ ബിഗ് ബംപ് അബവ് ഹെർ ഐസ്. ഐ ഹാഡ് നോ ടൈം ടു വറി അബൌട്ട് ബംപ്ഡ് ഹെഡ്സ്. സോ ആ കുട്ടിക്ക് ചെറുതായിട്ടൊരു ഇത് പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇയാൾക്ക് ആ ഒരു സമയം നമ്മൾ ആലോചിക്കണം. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂഷ്യലായിട്ടൊരു മൊമെൻറ്റാണ്. അപ്പം അത് പോയി നോക്കുവാനോ അത് പാമ്പർ ചെയ്യാനോ എന്നുള്ള സമയമില്ല. ജസ്റ്റ് ഹി ആസ്ക്ഡ് ആൻഡ് ആഫ്റ്റർ ഫൈൻഡിങ് എ ഹാമർ
screws and canvas. I struggled back on deck with the starboard side bashed open. We were taking water with each wave that broke over us. അങ്ങനെ അദ്ദേഹം കുറച്ചും കൂടി ടൂൾസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ക്യാൻവാസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത്, കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഷിപ്പിൻ്റെ സൈഡൊക്കെ ആകെ ക്രാക്ഡ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണമല്ലോ, കാരണം വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഷിപ്പിലേക്ക്. അപ്പോൾ അതൊന്ന് നിർത്താൻ വേണ്ടിയിട്ട് ആ കംപ്ലീറ്റ് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ടൂൾസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അഗൈൻ ഹി ബാക്ക് ടു ദ ഡക്ക്. And then what happened? Yeah, it couldn't make some repairs. If I couldn't make some repairs, we would surely sink, of course, right? ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ of course അത് ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഷിപ്പ് അങ്ങനെ മുങ്ങിപ്പോകും. Somehow I managed to stretch canvas and secure waterproof hatch covers across the gaping holes. Some water continued to stream below, but most of it was now being deflected over the side. അങ്ങനെ അദ്ദേഹം ആ ഒരുവിധം ക്രാക്സുകളും പങ്ക്ചേഴ്സ് എല്ലാം ക്ലീൻ ചെയ്യുകയും ഡോറൊക്കെ, ഹാച്ച് മീൻസ് അഗെയിൻ ഇറ്റ്സ് ഡോർ, സോ അതെല്ലാം ഫിക്സ് ചെയ്യും. ഈ ക്യാൻവാസ് ക്ലോസ് കൈൻഡ് ഓഫ് ക്ലോസ് ദറ്റ് വി ക്യാൻ ഫൈൻഡ് ഇൻ ദ ഷിപ്സ്, ഐ തിങ്ക് സോ. അതായത് ഈ ഓഫ് കോഴ്സ് എല്ലാ പ്രിക്കോഷൻസും കൂടി ആണല്ലോ ഷിപ്പ് പോവുക, അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം എടുത്ത് വന്ന് ഇതൊക്കെ ഫിക്സ് ചെയ്ത്, കാരണം എന്താ, ഈ വെള്ളം പാച്ചിൽ അടച്ചില്ലെങ്കിൽ ഇവർ മുങ്ങിപ്പോകും. അപ്പോൾ അതെല്ലാം അദ്ദേഹം ഈ ഒരു ബ്രോക്കൺ ബോഡി എന്ന് വേണമെങ്കിൽ പറയാം, അതായത് ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ഫിക്സ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ബോട്ട് മുങ്ങിപ്പോകും. ബട്ട് അങ്ങനെ വെള്ളത്തിന് അവർ തിരിച്ചു വിട്ടു. ഡിഫ്ലക്റ്റഡ് മീൻസ് അത് വെള്ളം തിരിഞ്ഞു പോകാൻ തുടങ്ങി. മോസ്റ്റ് ഓഫ് ഇറ്റ് വാസ് നൗ ബീയിങ് ഡിഫ്ലക്റ്റഡ് ഓവർ ദ സൈഡ് കൂടെ പോകാൻ തുടങ്ങി. More problems arose when our hand pumps started to block up with the debris floating around the cabins and electric pump short circuited. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞു രണ്ടുപേര് ഈ വെള്ളം അങ്ങ് പമ്പ് ചെയ്ത് കളയുന്നുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അഗെയിൻ അവരുടെ മെഷീനറീസ് അത് ബ്ലോക്കായി, അത് അവർക്ക് വർക്കാവുന്നില്ല. ഫോർ സം റീസൺസ് ലൈക്ക് കുറേ റബ്ബിഷ് വാസ്, നമ്മൾ പറഞ്ഞു അതിൻ്റെ ഏകദേശം ഒരു ലെവൽ വെള്ളമാണ്. അപ്പോൾ അതിലെല്ലാ ഇത് ഒഴുകി നടക്കുകയാണ് അതിൽ. അപ്പോൾ ഇതിലേക്ക് കയറി കാണും അതിൻ്റെ ഹോസിലേക്ക്. അപ്പോൾ എനിവേ അത് ബ്ലോക്കായി, പിന്നെ ഷോർട്ട് സർക്യൂട്ടായി. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾ കൊണ്ട് ഈ വെള്ളത്തിൻ്റെ പമ്പിങ്ങും നിന്നുപോയി. ഇമാജിൻ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക. ശരിക്കും ഇമാജിൻ ചെയ്ത് നോക്കി, ഇതൊരു കഥയല്ല കേട്ടോ, നമ്മളത് മറക്കരുത് ഒരിക്കലും. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി, ഇത് അയാളുടെ എക്സ്പീരിയൻസ് ആണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആക്ച്വലി നമ്മൾ ഇങ്ങനത്തെ സ്റ്റോറിയൊക്കെ നമ്മൾ നല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമുക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ നിന്ന് ഉൾക്കൊള്ളാനുണ്ട്. നമ്മളൊന്നും ഒരിക്കലും നെവർ ഗിവ് അപ്പ്. നമ്മൾ എത്ര ടയേർഡായാലും നമ്മളൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ പരാജയം, അപകടങ്ങൾ, സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ വരും. വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പോഴും നമ്മൾ നെവർ ഗിവ് അപ്പ്. എപ്പോൾ ഒരു 1% ഓഫ് hope or 1% of something that you can do for it, let's do it. അപ്പോഴും മടിയിൽ പറ്റില്ല, അങ്ങനെ നമ്മൾ തോറ്റ് പിന്മാറരുത് എന്നുള്ളൊരു മെസ്സേജ് there is, right? And it is good, കാരണം ഞാൻ പറയാറില്ലേ, നമ്മൾ +1 +2 ആണ്, നമുക്കിനി കിടക്കാണ് കടൽ പോലെ അനുഭവങ്ങൾ വരാൻ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ തിരമാലകളെ പോലെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാവും. ഓക്കെ, സ്മൂത്തായിട്ടുള്ളൊരു ലൈഫ് ലൈൻ ആയിരിക്കില്ല നമുക്കുണ്ടാവും, ആർക്കും ഉണ്ടാവില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ല മിടുക്കുകളുമായിട്ട് നമ്മളിതുപോലെ നമ്മൾ സർവൈവ് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓൾവേസ് ചാർജ് അവർ സെൽഫ് ആൻഡ് വർക്ക്. ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്. Okay, a more problem arose when our hands pump started to block up with the debris means rubbish floating around the cabins, and the electric pump short circuited. The water level rose threateningly. Keri veriyanu vellam. Back on deck, I found that our 2 spare hand pumps had been wrenched overboard, which means രണ്ട് പമ്പും കൂടി ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു, അത് എന്താ പറയുന്നത്, ഡിറ്റാച്ച്ഡായി, ഇവരിൽ നിന്നും പോയി. ആൻഡ് അലോങ് വിത്ത് ദ ഫോർസ്റ്റേ സെയിൽ, ദ ജിബ് ആൻഡ് ദ ഡിങ്കീസ് ആൻഡ് ദ മെയിൻ ആങ്കർ. അതിനോട് കൂടെ തന്നെ അവർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു? ദ ഫോർസ്റ്റേ സെയിൽ, ദ ജിബ് ആൻഡ് ദ ഡിങ്കീസ് ആൻഡ് ദ മെയിൻ ആങ്കർ. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള ഈ ഡിങ്കീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ബോട്ട്, നമ്മളുടെ ക്രൂയിസിൽ തന്നെ നമുക്ക് അവൈലബിളായ കുഞ്ഞു ബോട്ട്. അതുപോലെ തന്നെ ഫോർസ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റോപ്പ് ടു സപ്പോർട്ട് ഷിപ്സ് ഫോർമോസ്റ്റ്.
ഈ എല്ലാം ഈ ഷിപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏതൊരു സിറ്റുവേഷനും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെസസറി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകൾ, അതുപോലെ തന്നെ ആ ഒരു പ്രിക്വേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാകും ഇതിൻ്റെ കൂടെ. അപ്പോൾ അതിലത്തെ ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ പോയി ഇവരെ കയ്യിൽ നിന്ന് എന്നുള്ളതാണ് പറയുന്നത്, മനസ്സിലാക്കണം. Then I remembered we had another electric pump under the chart room floor. I connected it to an out pipe and was thankful to find it worked. അവസാനം ആൾക്ക് ചാർട്ട് റൂമിൽ നിന്ന് അഗെയിൻ ഒരു പമ്പ് കിട്ടി ആൻഡ് ഇറ്റ് വാസ് വർക്കിംഗ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അഗെയിൻ ദേ സ്റ്റാർട്ടഡ് പമ്പിങ്. ഓഫ് കോഴ്സ് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടി. അതായത് ഞാൻ വായിക്കുമ്പോൾ ഞാൻ നല്ല സ്പീഡിൽ വായിച്ചു പോകണ്ടല്ലേ പാഠം, ഐ മീൻ ദ ചാപ്റ്റർ. ഞാൻ സ്പീഡിൽ വായിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് പർപ്പസ്ഫുള്ളി സ്പീഡാക്കുകയാണ്. കാരണം ചാപ്റ്റർ വായിക്കുമ്പോൾ നമ്മൾ കുറേ സമയം ഇത് വായിച്ചിട്ട് പോവല്ലേ. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്ക് ഇതിൻ്റെ മെസ്സേജ്, ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലേ കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് കിട്ടേണ്ടത്. പാഠം ഐ മീൻ ദ ലെസൺ നിങ്ങൾക്ക് വായിക്കാമല്ലോ എന്നുള്ളതിൽ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലോക്ക് വേണ്ടി ഇങ്ങനെ വായിക്കണമെന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ 2-3 പേരായി എൻ്റെ അടുത്ത് പറയുന്നു, ഈ ഒരു വീഡിയോക്കെല്ലാം ഇതിന് മുന്നത്തെ വീഡിയോ ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണലി കാണുമ്പോഴും പറയുന്നുണ്ട് വായിക്കുന്നതൊന്നും എൻ്റെ ഒരു പോക്ക് പോവുകയാണെന്ന്. അപ്പം അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, ഞാൻ സ്ലോ ചെയ്ത് വായിക്കണമല്ലോ എന്ന്. അപ്പം ഞാനത് മനസ്സിൽ വെക്കുന്നതായിരിക്കും, സ്ലോ ആക്കിയിട്ട് വായിക്കാം. ഓക്കെ, കാരണം ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കണം വേണം. പിന്നെ ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ എനിക്കെന്നൊരു ഡൗട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ എന്തെങ്കിലും ഐഡിയാസോ സജഷൻസോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, നമുക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ലക്കിലി അവർക്കൊരു പമ്പ് കിട്ടി ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു പമ്പിങ്, റൈറ്റ്? യെസ്. The night dragged on with an endless, bitterly cold routine of pumping, steering and working the radio. ദ റേഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ഓർത്തോ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇവരുടെ മിഡ് കോളൊക്കെ കിട്ടാൻ. പക്ഷേ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ റേഡിയോ ഒന്നും വർക്ക് ചെയ്യില്ല. പക്ഷേ ഇപ്പോഴാണ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ അത് ഓർത്തു, ഇവർക്കൊരു ഹെൽപ്പ് ലൈൻ ഒന്നുമില്ലേ എന്നുള്ളത് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. The night dragged on with an endless, bitterly cold routine of pumping, steering and working the radio. We were getting no replies to our mayday calls, which was not surprising in this remote corner of the world. അപ്പോൾ എന്താ പറയുന്നത്, അവരുടെ ത്രൂ ഔട്ട് ദ നൈറ്റ് എങ്ങനെയാണ് കഴിഞ്ഞു പോയത്? യെസ്, പമ്പിങ് ചെയ്യുന്നു, ഈ റേഡിയോയിൽ നിന്ന് വല്ല ഇതും കിട്ടുമോ നോക്കുന്നു. അങ്ങനെ അവർ ഈ ഒരു മിസറബിൾ കണ്ടീഷൻ ഇങ്ങനെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Sue's head had swollen alarmingly. She had 2 enormous black eyes and now she showed us a deep cut on her arm. When I asked why she hadn't made more of her injuries before this, she replied, "I didn't want to worry you when you were trying to save us all." അപ്പോൾ കുട്ടിക്ക് കൈമേലൊരു ഇഞ്ചുറി ഉണ്ട്, അതുപോലെ തന്നെ മുന്നേ വന്ന ഇഞ്ചുറി ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്. അപ്പം കുട്ടിയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ചോദിക്കുമല്ലോ, അവർക്ക് അത്ഭുതം. കുഞ്ഞു കുട്ടിയല്ലേ, എത്ര വയസ്സ്? 6 വയസ്സ്. അപ്പോൾ ആക്ച്വലി അവൾ കരയുകയും അല്ലെങ്കിൽ അവൾ കംപ്ലയിൻറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷേ ഷി വാസ് വെരി മെച്യൂർ, അതായത് വളരെ എന്താ പറയുക, ഒരു മെച്യൂരിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അവളത് ഹാൻഡിൽ ചെയ്തു ആ ഒരു സിറ്റുവേഷൻ, അവളുടെ ഒരു ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറയുക, അവരെ രക്ഷിക്കാൻ, ഈ അച്ഛനും അമ്മയൊക്കെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് ഇവർ കാണുകയാണല്ലോ. അപ്പോൾ അവിടെ ആ കുട്ടി പറയാണ്, നോ ഇറ്റ്സ്, അതായത് ആ കുട്ടിക്ക് മനസ്സിലായി ഇതെല്ലാ വിഷയം എൻ്റെ കണ്ണോ അല്ലെങ്കിൽ എൻ്റെ ഇഞ്ചുറി എല്ലാ വിഷയം വി ഹാവ് ടു ഗെറ്റ് അപ്പ് ഫ്രം ദിസ് മിസറബിൾ കണ്ടീഷൻ. നമുക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യണം, അതാണ് ആവശ്യം. ആ കുഞ്ഞു മനസ്സിൽ പോലും അതാണ് ഹെഡിങ്. എനിക്ക് ശരിക്കും അത് വി ആർ നോട്ട് എഫ്രൈഡ് ടു ഡൈ ഇഫ് യു ക്യാൻ ഓൾ ബി ടുഗെദർ. അത് ആരായും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഇപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കുട്ടികൾ പറഞ്ഞതായിരിക്കും അത്. കാരണം നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഈ പാരൻസിനെ അവർ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് പറ്റുന്ന പോലെ അവരും ചെയ്യുന്നുണ്ട്. അതും ഒരു സപ്പോർട്ടാണ്. അത് അവർ കിടന്ന് പാനിക്കാവുകയും കരയുകയും അലറുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അപ്പം അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ ഓൾ എ ടീം വർക്ക്. അപ്പോൾ ഏതൊരു മിസറബിൾ കണ്ടീഷൻ ആയാലും അവിടെ ഒരു ടീം, അതിനൊരു റിയൽ ടീം സ്പിരിറ്റും ടീം വർക്കും ഉണ്ടെങ്കിൽ അത് ഈസി ആവുമെന്നാണ് ഇതിൽ കുഞ്ഞു മെസ്സേജ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കിവിടെ വെച്ച് നിർത്താം. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ
അങ്ങനെ വലിയ ലെസൺ ആക്കി മാറ്റുന്നില്ല. അപ്പോൾ അഗെയിൻ ആസ് യൂഷ്വൽ പ്ലീസ് റീഡ് ആൻഡ് റൈറ്റ്. നിങ്ങൾ വായിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വായിച്ചതിന് ശേഷം എന്താണോ മനസ്സിലായത് അത് ഇംഗ്ലീഷിൽ എഴുതുകയും വേണം. നിങ്ങളത് ആരും കൊണ്ടുപോയി കാണിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഫോർ യുവർ സെൽഫ് ഗൈസ്, ആൻഡ് ദെൻ യു ഡൺ. So thank you for watching. Again, I always welcome your feedback. Never mind, നിങ്ങൾക്ക് ഏതൊരു ഫീഡ്ബാക്കും നല്ല രീതിയിൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം. എനിക്ക് കാരണം എൻ്റെ ചാനലിലെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലെ നെഗറ്റീവ്സും പോസിറ്റീവ്സും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. സ്റ്റേ ട്യൂൺ.